5 തിരുവചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, കുന്നും മലയും നികത്തപ്പെടും. വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും. പരുവരുത്തവ മൃദുവാക്കപ്പെടും, പരുവരുത്തവ മൃദുവാക്കപ്പെടും. ഇത്രയും കാര്യം ലൈഫിൽ സെറ്റായാൽ ഉടമ്പടി പെട്ടെന്ന് ഫയറാകാൻ തുടങ്ങും. അതുകൊണ്ട് ലൂക്ക 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഒന്നൊരു വായിച്ചേ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, കുന്നും മലയും നികത്തപ്പെടും. വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുവരുത്തവ മൃദുവാക്കപ്പെടും. മൃദുത്വമാണ് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് നോമെന്ന് പറയണത്. കൃപ പ്രവർത്തിക്കാൻ പറ്റിയ മനസ്സിലായില്ലേ? മൃദുത്വമില്ലേ, അതാണ് ഒരു സ്റ്റാൻഡേർഡ് നോമെന്ന് പറയണത്. നിങ്ങളുടെ എടുത്തുചാട്ടക്കാരും മുൻകോപികളൊക്കെ ആണെങ്കിൽ മൃദുഭാവം കൈവരിക്കേണ്ടി വരും. എവിടെപ്പടി വർക്കൗട്ട് ചെയ്തില്ല. നിങ്ങൾ എടുത്തുചാട്ടക്കാരും മുൻകോപികളുമാണെങ്കിൽ പതുക്കെ, പരവെപ്പുകാരും സൂചിവെപ്പുകാരും ആണെങ്കിൽ, കണ്ടവൻ്റെ അന്നം മുടക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ താഴ്വരകളെല്ലാം നിവർത്തപ്പെടും. ഈ കാര്യങ്ങളെല്ലാം ഇതിന് നമ്മളൊരു ഓപ്പൺ ടു ദി സ്പിരിറ്റ് ഓഫ് ഗോഡ്, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോടൊരു തുറവുകയാണ്. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ ആ ചെയ്യണ കാര്യങ്ങൾ ദൈവം അംഗീകരിക്കണം. അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ വചനം സ്വീകരിക്കുന്ന ആ മോഡിൽ തന്നെ വേണം അത്. അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈശോ തൊട്ടങ്ങുമ്പോൾ സുവിശേഷത്തെ വിശ്വസിക്കുക എന്നതിന് മുമ്പ് പറഞ്ഞ അനുദപിക്കുക എന്ന് പറയും. അതാണ് അല്ലേ? സുവിശേഷത്തെ വിശ്വസിക്കണ മുമ്പ് തന്നെ ഈശോ എന്ന് പറയും അനുദപിക്കുക. 1:15 അടുത്ത് മർക്കോസിന്റെ സുവിശേഷം 1:15 അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അനുദപിക്കണം ആദ്യം. അത് ഇതുപോലെയുള്ള മൃദുഭാവങ്ങൾ കൈവരിക്കണം. ഒറ്റ ധ്യാനം കൊണ്ട് ശരിയാകണം. അല്ലാതെ ഒരാഴ്ച എടുക്കുന്ന ധ്യാനത്തിൻ്റെ കാലം കഴിയുകയാണ് ശരിക്കും. അതിനുശേഷം കർത്താവ് ഉടമ്പടി തന്നത് അല്ലേ? ആ ഒരു കാലം കഴിയുമ്പോഴും ഇപ്പോൾ ഉടമ്പടിയുടെ കാലമാണ്. ഓരോന്നിനും ഓരോ കാലമല്ലേ? ഉടമ്പടി എടുത്ത് മനുഷ്യനെ ഉടമ്പടി പ്രകാരം ജീവിക്കുകയാണ്. അപ്പം ജീവിക്കുമ്പോൾ ചില ആൾക്കാർ ഭയങ്കരമായ, ഇപ്പം അശ്വതിയുടെ കാര്യം എന്താ പറയണത്? അശ്വതി പറഞ്ഞു പോലെ തന്നെ അവൾ പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ അവൾക്ക് സെറ്റ്, 1 മാസത്തിനുള്ളിൽ നീ പോകേണ്ട സ്ഥലത്തേക്ക് നിനക്ക് പോകണ്ടേ, കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഉടമ്പടി വർക്കൗട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ 1 മാസത്തിൽ തന്നെ ഒരു ഇൻ്റർവ്യൂ ആകും. അപ്പോൾ ഇൻ്റർവ്യൂ ആകുമ്പോൾ ഇവർക്ക് ഭയങ്കര പേടിയാവും. എന്താ കാര്യം? ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂവിന് ഇരുന്നിട്ടില്ല. മലയാളം മീഡിയമാണ് ആൾ. ഇംഗ്ലീഷ് കേട്ടാൽ പോലും അവരുടെ ഫൊണറ്റിക്സും പ്രൊനൗൺസിയേഷനും ഒന്നും ക്യാച്ച് ചെയ്യത്തില്ല. കാരണം പല പ്രശ്നങ്ങളാണ്. നമുക്ക് പല പ്രശ്നങ്ങളേ ഉള്ളൂ. കർത്താവിന് ഒരു പ്രശ്നമേ ഉള്ളൂ. എന്താണ്? കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ നീ തയ്യാറാണെന്ന് മാത്രമേ. നമുക്ക് പല പ്രശ്നമാണ്. എനിക്ക് പേടിയാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, എനിക്ക് അവർ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഞാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. നമുക്ക് പല പ്രശ്നമാണ്. കർത്താവിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താണ്? മെറിറ്റുകൾ അവസാനിക്കുന്നിടത്ത് നോട്ട് ബൈ മെറിറ്റിൽ ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഉടമ്പടി അന്വേഷിക്കുന്നത് ഗ്രേസ് നോട്ട് ബൈ മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. നിനക്ക് ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യമില്ല, നീ പറഞ്ഞ അവർക്ക് മനസ്സിലാകേണ്ട ആവശ്യമില്ല, അവർ പറഞ്ഞ നിനക്ക് മനസ്സിലാകേണ്ട ആവശ്യമില്ല. അതൊക്കെ മെറിറ്റിൻ്റെ സബ്ജക്റ്റാണ്. ഉടമ്പടി ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയുടെ അനുധാരികളും ഡിമാൻഡ്സുകളും നോക്കിയിട്ട് കൃപ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻസ് എറൈസ് നമ്മൾ ക്രമീകരിച്ചെടുക്കണം. കൃപ വർദ്ധിക്കാൻ പറ്റിയ ഇതൊന്നും അറിയാതെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കമ്പൽസറി ആയിട്ട് നിങ്ങളെല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കൂടണമെന്ന് പറയണം. ഇപ്പം ധ്യാനം ഇപ്പം ഇതിൻ്റെ അകത്ത് വന്ന് ഉടമ്പടിക്ക് എന്തുമാത്രം മനുഷ്യ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പല ആൾക്കാരും ചൊവ്വാഴ്ച ധ്യാനം കൂടത്തില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അച്ഛനെ കാണാനൊക്കെ വരികയല്ലേ. അപ്പോൾ എനിക്ക് ഈ ആളെ കാണുമ്പോൾ ഡൗട്ട് തോന്നുകയാണെങ്കിൽ പറയും, കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത്?
അയ്യോ അച്ഛാ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നോക്കാനിരിക്കണേ ഉള്ളൂ. ശരി, കുഴപ്പമില്ല. അതിൻ്റെ പിന്നത്തെ ചൊവ്വാഴ്ച എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? ഇല്ല അച്ഛാ, ഞാൻ ഇപ്പോൾ കുറച്ച് നാളായത് കേൾക്കണില്ല, തീർന്നില്ല പരിപാടി. ദാറ്റ് ഇസ് നോൺസെൻസ്. അവൾ ഉടമ്പടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഹീസ് നോട്ട് ഇൻ കവനൻറ്റ്. അവർ ഉടമ്പടിയിലല്ല. പിന്നെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തെ ദുരുപയോഗിക്കാൻ വരികയാണ്. അതുകൊണ്ട് നീ ഇവിടെ കാൽ കുത്തണമെമ്പോൾ തന്നെ കർത്താവിന് പിശാച് വരുന്നുണ്ട്, സൂക്ഷിക്കണമെന്ന് പറയും, എന്നോട് പറയും. അപ്പോൾ തീരുമാനമായില്ലേ? വല്ല കാര്യമുണ്ട്? എൻ്റെ ആവശ്യമുണ്ട്? എന്താ കാര്യം? നിങ്ങൾ ദൈവത്തോട് ചെയ്ത വിശ്വസ്തരല്ല. ഇവിടുത്തെ മെയിൻ ബൈബിൾ അവസാനിക്കുമ്പോൾ എന്താ പറയണത്? ഫിഡേൽ അൺടു ദി ഡെത്ത്, അൺടിൽ ഡെത്ത്. എന്താണ്? മരണം വരെ വിശ്വസ്തനായിരിക്കുക. നിങ്ങൾ നല്ല മനുഷ്യനാണോ അല്ലെങ്കിൽ നിങ്ങൾ കാപട്യമില്ലാത്ത ആളാണോ എന്നല്ല പ്രശ്നം. നിങ്ങൾക്ക് ഫിഡേലിറ്റി ഉണ്ടോ ദൈവത്തോട്? ഫിഡേലിറ്റി ഉണ്ടെങ്കിൽ വിശ്വസ്തത, ഉടമ്പടിയുടെ മുഖമുദ്ര ശിഷ്യത്വത്തിൻ്റെ മുഖമുദ്ര തന്നെയാണ്. എന്താണത്? ഉടമ്പടി നിങ്ങളൊരു കേവല വിശ്വാസികളിൽ നിന്ന് ഒരു ഡിസേബിളിൻ്റെ റലത്തിലേക്ക് നിങ്ങളെ ഉയർത്താനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ ശിഷ്യയാണെന്ന് പറയണം. ശിഷ്യയാണെങ്കിൽ അശ്വതി കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവളെ 3 കൊല്ലം ഈ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ലേ? ഇൻ്റർവ്യൂ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്തൊക്കെ ഇവനോട് ചോദിച്ചു, ഇവക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ പറ്റണ പോലെയൊക്കെ അത് എന്തൊക്കെ പറഞ്ഞ്, അപ്പം അതെല്ലാം പൊട്ടത്തിനാണ് ഇവക്കും അറിയാം. പക്ഷേ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ, ആ ഇൻ്റർവ്യൂവിന് മുമ്പ് ഇവളെന്ത് ചെയ്യുന്നറിയാമോ? ഇവളുള്ള കാര്യം അങ്ങോട്ട് കൈ ഉയർത്തി തൻ്റെ തോൽവി, തൻ്റെ മെറിറ്റില്ലാത്ത അവസ്ഥ അവൾ അംഗീകരിക്കും. ഇപ്പം നമ്മുടെ മെറിറ്റിലല്ല, പിന്നെ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ നിൻ്റെ അതിനാണ് നമ്മൾ ഉപ്പിടണത്. അവൾ ആ ഇൻ്റർവ്യൂ സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിട്ട്, എന്താ കാര്യം? എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല, എനിക്കൊരു സംസാരിക്കാൻ അറിയാൻ പാടില്ല, ആകപ്പാടെ ഉള്ളത് പോകാനുള്ള ഒരു ആഗ്രഹമുള്ളൂ, കടങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ ഇനി കർത്താവ് മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമേ എനിക്കുള്ളൂ, കർത്താവാണ് എൻ്റെ അവകാശം, കർത്താവാണ് എൻ്റെ ഓഹരി, ഞാൻ എൻ്റെ യോഗ്യതയിലല്ല ആശ്രയിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഉപ്പിടുന്നത്. എന്താ ഉപ്പിടണത്? ഉടമ്പടിയാണോ? ഉടമ്പടി ഉപ്പെന്നാണ് ബൈബിൾ പറയണത്. അല്ല, ഓരോരുത്തരിങ്ങനെ, ഞാനൊരു പള്ളി ചെന്നപ്പോൾ അവിടെ ഉപ്പിരിക്കുകയും, എന്താ നേർച്ച ഇടുന്നവരെല്ലാം അവിടെ നിന്ന് ഉള്ളെടുത്തുകൊണ്ട് പോകും. അത്ര ഉപ്പല്ല കൃപാസനത്തിലെ ഉപ്പ്. കൃപാസനത്തിലെ ഉപ്പ് ഉടമ്പടി ഉപ്പാണ്. സോൾട്ട് ഓഫ് ദി കവനൻ്റ് എന്ന് ബൈബിൾ പറയുന്ന ഉപ്പാണ്. എന്താണത്? അത് ലേവയർക്കുള്ളതാണ്. ലേവയർ ആരാണ്? പുരോഹിത വർഗമാണ്. എന്താ ലേവയന്? മോസസ് ഗോത്രങ്ങൾക്ക് വാഗ്ദാന ഭൂമി വിഭജിച്ച് കൊടുത്തപ്പോഴേ കർത്താവ് മോസസിനോട് പറഞ്ഞു, ലേവയർക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു. ഈ ഭൂമിയിൽ അവകാശമില്ല. എന്താ കാര്യം? ഞാനാണ് അവരുടെ അവകാശം. അയ്യോ, എന്തൊരു സംഭവം! അതുകൊണ്ട് മോസസ് പറഞ്ഞു, എല്ലാ കുറവിലും ലേവ്യരുടെ ഓഹരികളിൽ നിങ്ങൾ ഉപ്പ് തളിക്കണം. അത് നിങ്ങൾ എടുക്കാനും പള്ളിക്ക് എടുക്കാനുമല്ല, അത് അവരുടെ കുടുംബം കഴിയാൻ വേണ്ടിയുള്ളതാണ്. അത് കാര്യം എൻ്റെ ഓഹരിയാണെന്നത്, അതെൻ്റെ ഓഹരിയാണ് ഉപ്പ് തളിക്കണത്. അത്രയും ബോധത്തിൽ വേണം നിങ്ങൾ ഉപ്പ് കൈകാര്യം ചെയ്യാൻ. എന്നുവെച്ചാൽ എനിക്കിവിടെ അവകാശമില്ല, നോട്ട് ബൈ മെറിറ്റ്, എനിക്ക് മെറിറ്റില്ല. അശ്വതി എന്താ ചെയ്യണത്? അശ്വതി സിസ്റ്റത്തെ തന്നെ ഉടമ്പടി തൈലം എടുത്തേണ്ട ഒരു കുരിശ് വരക്കും. എന്താണ്? എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അവർ സംസാരിക്കാൻ അറിയത്തില്ല, പറയണത് മനസ്സിലാകത്തില്ല, പിന്നെ എന്താണ്? ഇനി എല്ലാം നിൻ്റെ കയ്യിലാണുള്ളത്. അതാണ് ഉപ്പ് വിട്ടേക്കണത്. ഇൻ്റർവ്യൂ കഴിയുമ്പോൾ 25 ക്വസ്റ്റ്യൻ ചോദിക്കും. 25 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ പറയുമ്പോൾ നിനക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയണമെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും അവർക്ക് അറിയാവില്ല, അതുകൊണ്ട് അതിന് സന്തോഷമില്ല. കാര്യം പൊട്ട മാർക്കാണെങ്കിൽ എന്ത് ചെയ്യും? പക്ഷെ അവർ പറഞ്ഞ് യു ഗോട്ട് 24 ഔട്ട് ഓഫ് 25 എന്ന് പറയും. ഇതാരാണ് ചെയ്യണത്? നോട്ട് ബൈ മെറിറ്റ് നമ്മളോട് പറഞ്ഞ ആളാണ്. പക്ഷെ അത് നമ്മൾ അംഗീകരിക്കണം. അതാണ് വിഷയം. എൻ്റെ യോഗ്യത കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടെന്നാണ്. അവിടെ കയറിപ്പോകുമ്പോൾ എന്താണ്? കൂട്ടുകാരെ പറഞ്ഞ് നീ കയറിപ്പോകും, നിൻ്റെ 2 കുഞ്ഞുങ്ങളും ഭർത്താവും ഇല്ലേ, അതൊന്നും നടക്കത്തില്ലെന്ന് പറയും. അത് നടക്കാൻ വകുപ്പില്ല, നീ ഫ്രഷ് ഹാൻഡല്ലേ, അവിടെ നിനക്ക് ഉദ്യോഗം കിട്ടിയെന്നല്ലേ ഉള്ളൂ, ബാക്കിയോട് സെറ്റപ്പായിട്ടില്ലല്ലോ. അപ്പോൾ അത് കർത്താവിൻ്റെ ഇഷ്ടമെന്ന് അവൾ പറയും. അപ്പോൾ വിസ അടിച്ച് വരുമ്പോൾ ഭർത്താവിനും 2 കുഞ്ഞുങ്ങൾക്കും ഒപ്പമാണ് വിസ അടിച്ച് വരണത്. ഇതാണ് ഈ നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. പക്ഷേ ഈ അശ്വതി എന്ന് പറഞ്ഞ സംഭവത്തിന് ഇത് പെട്ടെന്നിങ്ങനെ ഓടിത്തിരിയും. കർത്താവ് ആരാണ്, ഞാൻ ചെയ്യണത് എന്താണെന്നൊക്കെ.
ചില ആൾക്കാർ ഒക്കുമായിരിക്കും അല്ലേ, ഒത്താ ഒത്തി കിട്ടാതെ കൂട്ടി പോയാൽ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആംബിഗസ് ആയിട്ട് ചെയ്യും. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ അതിനൊരു തീരുമാനമായി ക്യാൻസൽഡാണ്. നിങ്ങൾ ഡൗട്ട് ഫെയ്ത്തിൽ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഉടമ്പടി സ്റ്റാൻഡ് ക്യാൻസൽഡ്, ഓട്ടോമാറ്റിക് ക്യാൻസലിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കേണ്ട കാര്യം. അവിടെ പോയിരുന്ന് ഉറങ്ങി വെച്ച് വന്ന് വല്ലതും കുത്തി കുറിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്യും. ദാറ്റ് നോൺ സെൻസ്. നിങ്ങൾ ഇത് ഡൗട്ട് ഫെയ്ത്തിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിയുടെ ഈ സ്ഥലത്ത് ആൾക്കാരെ കാല് കുത്തുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക് ക്യാൻസൽഡ് ആവും. എന്താ കാര്യം? ഫിഡലിറ്റി ഇല്ലെന്ന് കർത്താവിന് അറിയാം. എൻ്റെ മക്കളെ, ഏറ്റവും പ്രശ്നം അനുഗ്രഹാനന്തര കാലഘട്ടമാണ്. നിങ്ങളുടെ അനുഗ്രഹിച്ചതിന് ശേഷം നിങ്ങളുടെ ഉടമ്പടിയിലുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് ദൈവം നോക്കും. ഒരു പത്തറ്റിക് റീസൺ പറയാം. 90% ആൾക്കാരുടെ ഉടമ്പടി അപകടത്തിലാണ്. എന്താ കാര്യം? ഇവർ ഉടമ്പടി ചെയ്യണ ദൈവത്തോടല്ല, അവിടെ വിഷയത്തോടാണ്. ആ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഉടമ്പടി അനുസരിച്ച് ജീവിക്കത്തില്ല. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഇവിടെയാണ് അശ്വതി വ്യത്യസ്തയാകണത്. ബൈബിളിൽ വ്യത്യസ്തതയ്ക്ക് ഭയങ്കര അർത്ഥമാണ്. വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയതാണ്. ഉടമ്പടിയിൽ നമ്മൾ ശ്രമിക്കുന്നത് വ്യത്യസ്തമാകാനും മനസ്സിനിണങ്ങിയതാണ്. രണ്ടും വാക്കും ബൈബിളിലെ വാക്ക്. ഡിഫറൻസ് എടുത്തേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പുറപ്പാട് 33:16. 33:16. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ പറഞ്ഞ് അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അതാണ് വിഷയം. ദൈവം ഉടമ്പടിയിലൂടെ വരണം. എന്താണ് ഉടമ്പടി? ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. ഒക്കെ പഴയ സിലബസാണ്, മറന്നു പോകരുത്. ജോഷുവ, take the word of God. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജോഷുവ 1:9. 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്നും ശക്തനും ധീരനുമായിരിക്കണം. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് ഈ സഞ്ചാരി മാതാവിൻ്റെ കോൺസെപ്റ്റ്. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ട് വാഗ്ദാനത്തിലുള്ളതാണ് ഉടമ്പടി. എന്തിനുള്ളതാണ്? വാഗ്ദാനം പ്രാപിക്കാനുള്ളതാണ്, അല്ലേ? വാഗ്ദാനം എന്ന് പറയുന്നത് ഉടമ്പടിയാണ്, ഉടമ്പടി എന്ന് പറയുന്നത് വാഗ്ദാനമാണ്. 5:9 എടുത്ത് 105:9 സ്തുതിയുടെ ഹല്ലേലൂയ സങ്കീർത്തനം. 105-ാം സങ്കീർത്തനം 9-ാം തിരുവചനം. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസ്ഹാക്കിന് ശബ്ദപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. ഉടമ്പടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദാനം തന്നെയാണ്. ഉടമ്പടി ചെയ്യണത് എന്തിനാണ്? ദൈവത്തിന്റെ വാഗ്ദാനം പ്രാപിക്കാനാണ്. ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ ബേസിക് വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും നിന്റെ കൂടെ, ഇന്റർവ്യൂവിനായാലും ശരി, കോടതിയിലായാലും ശരി, ഐ വിൽ കം വിത്ത് യു. ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്, തൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വ്യത്യസ്തരായിരിക്കണം, മറ്റുള്ള വ്യക്തികളെക്കാൾ വ്യത്യസ്തമായിരിക്കും. അതാണ് മോസസ് പറയണത്. മോസസ് എന്താ പറഞ്ഞത്? 33:16 ഒന്ന് വായിച്ചേ. പുറപ്പാട്. അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുകയാണെങ്കിൽ ഞങ്ങൾ ഭൂമുഖത്തുള്ള
എല്ലാ മനുഷ്യരെക്കാൾ വ്യത്യസ്തരായിരിക്കും. ഇപ്പൊ ദൈവസഞ്ചാരത്തിന്റെ ദൈവ സാന്നിധ്യം പിന്നെ നീണ്ട സാന്നിധ്യമായിട്ട് മാറുമ്പോഴാണ് ഈ സഞ്ചാര സാന്നിധ്യം വരണത്. ഉടമ്പടിയുടെ ഏറ്റവും ഫൂഡ്സ് എന്താണ്? സഞ്ചാര സാന്നിധ്യമാണ്. സാന്നിധ്യം തന്നെ നീണ്ടു വരും, കൂടെ വരും. അപ്പോഴാണ് സഞ്ചാര സാന്നിധ്യം എന്നത്. സഞ്ചാര സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ മഴവില്ല്, സുഗന്ധാഭിഷേകം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ദൈവാനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നതിൻ്റെ കാരണങ്ങളാണ്. സ്വപ്നം, ദർശനം, അതെല്ലാം സഞ്ചാര സാന്നിധ്യത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പം അങ്ങനെ ഒരു വലിയ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു തലത്തിലേക്കാണ് ദൈവം. ഇതിന് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, ദൈവം ഉടമ്പടി ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം അവിടുന്ന് തനിക്ക് തൻ്റെ മനസ്സിനിണങ്ങിയ ഒരാളെ കണ്ടെത്തിയെന്ന് പറയും. ഏറ്റവും വലിയ എൻ്റെ ഒരു ത്രെട്ടെന്ന് പറയണത് ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങണ ഒരു വ്യക്തിയായിട്ട് നമ്മൾ എങ്ങനെയാണ് കൺവേർഷൻ സംഭവിക്കേണ്ടത്. മാനസാന്തരപ്പെടുകണ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ എന്തെങ്കിലും പാവം പറഞ്ഞിട്ട് കുമ്പസാരിക്കണമല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറയണത് ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ ആളായിട്ട് ഇങ്ങനെ മാറണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയുടെ കൂടാരമേ, വാഗ്ദാനമേ, കൃപാസനത്തിൻ്റെ അമ്മേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:22. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ, അപ്പോസ്തല പ്രവർത്തനം 13:22. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് പ്രോബ്ലം. അയാൾ തോന്നിയവാസിയായി ദാവീദ് എന്ന് പറഞ്ഞു. ദാവീദിന്റെ ബയോഡേറ്റ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അയാൾ ഈശോയുടെ മനസ്സിനിണങ്ങിയ ആളാ. ഇതിന് ആധ്യാത്മികതയുടെ ഒരു ബേസിക്കാണ് ഈ സാധനം. നമ്മുടെ പ്രശ്നം നമ്മുടെ അവസ്ഥയല്ല, ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങുക എന്നുള്ളതാണ്. അബദ്ധങ്ങൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി, അപ്പോഴും പുള്ളി കണ്ണീരണിഞ്ഞു നിന്നിട്ട് പറയണതും അബദ്ധം പറ്റി, പക്ഷേ ഇതിൻ്റെ പേരിൽ നിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ തള്ളിക്കളയരുത്. കാര്യം നിൻ്റെ പരിപാവനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. അപ്പോൾ ആ പ്രാർത്ഥന മാത്രം മതിയല്ല ഒരു മനുഷ്യരാശി പ്രാർത്ഥനയുടെ ജീവിതം തുടങ്ങാൻ വേണ്ടി. ആ പറഞ്ഞ വാക്ക് ചങ്ക് പറഞ്ഞ് പറയണതാണ്. അത് തകർന്ന ഹൃദയം കർത്താവ് നിരസിക്കുകയില്ല. തകർന്നാണ് ഇരിക്കണത്. തകർന്നവൻ്റെ പ്രാർത്ഥനയാണത്. എന്താ പറയണത്? അബദ്ധം പറ്റി, പക്ഷെ അതിൻ്റെ പേരിൽ അങ്ങയുടെ തിരുസന്നിധി നിന്നെ തള്ളിക്കളയരുത്, നിൻ്റെ പരിപാവനെ എടുത്ത് കളയരുത്. കാര്യം അബദ്ധം പറ്റി, പക്ഷെ അതിനേക്കാൾ വലുതായി ഞാൻ കരുതണത് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യത്തിന് വേണ്ടി അനുദപിക്കുന്ന ഒരാളാണ് ദാവീദ്. അതാണ് നിൻ്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കുക. അപ്പം അനുതാപവും സാന്നിധ്യവും തമ്മിലാണ് കണക്റ്റഡ് ചെയ്തിരിക്കുന്നത്. ഫോർ വാട്ട് വി ഷുഡ് റിപ്പന്റ് ഫോർ ദി പ്രസൻസ് ഓഫ് ഗോഡ്. എന്തിനു നീ അനുദപിക്കണമെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവ പൈതലെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയാണ് ഞാൻ അനുദപിക്കേണ്ടത്. ഈ സാന്നിധ്യം നൗ ആൻഡ് ദെൻ അല്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആൻഡ് ഫ്രീക്വന്റ് പ്രോസസ്. ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ മോസസ് പറയും, വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ. എന്തോ ഒരു വലിയ വായിലാണ് പറയണത്. എങ്ങാനും ഞങ്ങളുടെ കൂടെ നീ അണമറിയാത്ത സാന്നിധ്യമാണെങ്കിൽ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. കൈയടിച്ചിട്ട് സ്തുതിക്കട്ടെ. അപ്പൊ ഈ അശ്വതിയുടെ ജീവിതം അവസാനം ഇവരെല്ലാവരും കൂടി യൂറോപ്പിൽ പോവും, ഇംഗ്ലണ്ടിൽ പോവും, അവിടെ താമസിക്കും, നല്ലൊരു കമ്പനി മാതാവ് കൊടുക്കും, അവിടെ ജീവിക്കും, ഭർത്താവും ഭാര്യയുമായിട്ട് ജീവിക്കും, കുഞ്ഞുങ്ങളായിട്ട് അവിടെ ജീവിക്കും.
പക്ഷെ 3 കൊല്ലത്തെ വിസയേ ഉള്ളൂ. 3 കൊല്ലമായപ്പോൾ കമ്പനി പൊളിഞ്ഞപ്പോൾ ഇവരുടെ വിസ പുതുക്കണില്ല. പലരുടെ വിസയും കട്ട് ചെയ്ത് കളഞ്ഞ്. കമ്പനിയെക്കുറിച്ച് എന്തൊക്കെ മോശം റിപ്പോർട്ടുകൾ മേൽഘടകത്തിലേക്ക് പോയി. ഇപ്പോൾ കുറേ ആൾക്കാർ പിരിച്ചുവിട്ട്. അപ്പോൾ ഇവരുടെ വിസ പുതുക്കണില്ല. അപ്പോഴും അശ്വതി പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നായിരുന്നു, പക്ഷേ എങ്കിലും ഞാൻ ആ ഉടമ്പടി തന്നെയാണ് ഇപ്പോഴും ജീവിക്കണതെന്ന്. അതാണ് അനുഗ്രഹാനന്തര കാലം എന്ന് പറയുന്നത്. ഇതാണ് വ്യത്യസ്തമെന്ന് പറയണത്. മറ്റുള്ള വ്യക്തികളെക്കാൾ ഇവർ വ്യത്യസ്തമാണ്. എൻ്റെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചതിൻ്റെ ഇരട്ടി ദൈവം എനിക്ക് തന്നു. പക്ഷെ ഞാൻ അപ്പോഴും എന്താ ചെയ്തത്? ഉടമ്പടി തന്നെയാണ്. ഞാൻ പ്രൊട്ടസ്റ്റൻ്റ്, അവിടെ മുഴുവൻ കാത്തലിക്സ് ഇല്ല. ഞാൻ പോയ സ്ഥലത്ത് പ്രൊട്ടസ്റ്റൻ്റുകാരും പെന്റക്കോസ്റ്റൽസുമാണ്. ഞാൻ മാതാവിൻ്റെ പത്രം കൊണ്ടുപോയി അവിടെ ഇരുന്നിട്ട് വായിച്ച് കേൾപ്പിക്കുന്നവരെ പോരെ. പ്രേക്ഷിത പ്രവർത്തനം അതായത് വ്യത്യസ്തത എന്ന് പറയണത്. ഈ 3 കൊല്ലവും ഇവർ പത്രം വായിച്ച് കേൾപ്പിക്കും. എന്നിട്ട് ഇവരെല്ലാം ഫോണിൽ ഇവളെ വിളിക്കും. ഓർക്കണം, ഇവർ ഒരു നോൺ ക്രിസ്ത്യൻ ചെയ്യുന്ന കാര്യമാണ് കർത്താവിന് വേണ്ടി. അതായത് എന്നിട്ട് അവസാനം ഇവരുടെ അശ്വതി അമ്മയോട് പറയും, ഞങ്ങൾ ഈ രാജ്യത്ത് നിന്ന് പോവുകയാണ്, സുവിശേഷ വേല തീരുവല്ല എന്ന് ഓർക്കുമ്പോഴാണ് കൂടുതൽ വിഷമം. എന്താണ് അങ്ങ് ഞങ്ങളെക്കുറിച്ച് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ അങ്ങ് ഈ വിസ പുതുക്കി തന്നാലും പുതുക്കി തന്നില്ലെങ്കിലും ഞാൻ എൻ്റെ പ്രേക്ഷിത വേല തുടരും. അങ്ങ് ഈ വിസ എനിക്ക് പുതുക്കി തന്നാലും തന്നില്ലെങ്കിലും ഞാൻ റാലിക്ക് വരും. അതാണ് ഇന്നലെ ഇവരുണ്ടായിരുന്ന റാലിക്ക്. അതാണ് നിലപാടുകൾ കണ്ടില്ലേ. അങ്ങ് എനിക്ക് വിസ പുതുക്കി തന്നാലും തന്നില്ലെങ്കിലും പക്ഷേ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ആ റാലി എൻ്റെ മക്കളും ഭർത്താവുമായിട്ട് സന്തോഷത്തോടെ കൂടണമെന്ന്. ആ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മുമ്പിൽ പ്ലേസ് ചെയ്യാനുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി കൊടുക്കേണ്ടി കൊടുക്കും. ഇത് പ്രാർത്ഥിക്കടി, ഇത് പ്രാർത്ഥിച്ച അപ്പയെ കേൾക്കും. അതാണ് പറയുന്നത്. അപ്പോൾ അത് ദൈവത്തിന് സ്വീകാര്യമായ പ്രാർത്ഥന നാവിൽ കൊടുക്കുകയാണ്. എന്താണ്? അങ്ങ് എനിക്ക് പുതുക്കി തന്നാലും തന്നില്ലെങ്കിലും ഞാൻ ഉടമ്പടി തന്നെ ജീവിക്കാം. അങ്ങ് എനിക്ക് ഉടമ്പടി പുതുക്കി തന്നാലും ഇല്ലെങ്കിലും ഞാൻ റാലിക്ക് വരും. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്, ഞാൻ സന്തോഷത്തോടെ ആ റാലി കൂടണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ന്യായമായ കാര്യം, എനിക്ക് സന്തോഷത്തോടെ ഇത് പറഞ്ഞ് എന്നിട്ട് അവസാനം ഒരു വാക്ക് പറയും, എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളെന്ന്. ഇതിൽ ദൈവം വീണ് ശരിക്കും പറഞ്ഞാൽ അതാണ് സംഭവം. എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ. അപ്പോഴെന്ത് ഈ ഒരു ലാസ്റ്റ് വാക്ക് പറയുമ്പോൾ ഇവള് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ധ്യാനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയും, എൻ്റെ ഈശോ ഇപ്പോൾ ഒരു മോള് പ്രാർത്ഥിക്കുന്നുണ്ട്, അവളുടെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളെന്നാണ് പറഞ്ഞ് പ്രാർത്ഥിക്കണത്, അവളുടെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഇവിടെ നിന്ന് പറയേ. അതാണ് വിഷയം. നമ്മൾ ആരാധന നടത്തുമ്പോൾ ഇത് പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ അവൾ കൂടണത്, അല്ലെങ്കിൽ ഓൺലൈനിലാണ് കൂടണത്. പക്ഷേ ആ ഇംഗ്ലണ്ടിൽ ഇരുന്നുകൊണ്ട് എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ എന്ന് ഈശോയോട് പറയുമ്പോൾ അത് ഇവിടെ ഈശോ എൻ്റെ മനസ്സ് തന്നിട്ട് ഞാൻ അവൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുകയാണ്. എന്താണ്? കർത്താവ് ഇപ്പോൾ ഒരു മോള് പ്രാർത്ഥിക്കുന്നു, അവളുടെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ. ഇത് കേട്ടോടുകൂടി അവളെ കണ്ണ് നിറഞ്ഞു പോയി. കർത്താവ് എന്നെ കണ്ടല്ലോ, കർത്താവ് എന്നെ ഓർത്തല്ലോ എന്ന്. അതാണ് വിഷയം. കർത്താവ് ഇങ്ങനെയാണ് മക്കളെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയും കേൾക്കുകയും ചെയ്യും. നമ്മൾ ഓർക്കണില്ല കേൾക്കണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വൃത്തികെട്ട ജീവിതം ജീവിച്ചിട്ടാണ് നമ്മൾ പണി അളന്ന് മേടിക്കണത്. സത്യസന്ധമായിരിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. കണ്ട, ഇംഗ്ലണ്ടിൽ വെച്ച് അവൾ രാത്രി പ്രാർത്ഥിച്ചത്, പകൽ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഉടമ്പടി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്നും പറഞ്ഞൊരു മോള് പ്രാർത്ഥിക്കുന്നു, അവളുടെ കാര്യത്തിൽ നീ തീരുമാനം എടുക്കണേ. ആ സെക്കൻഡ് തീരുമാനമാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ നിന്ന് വിളിക്കുകയുള്ളൂ. കമ്പനി വിളിച്ചിട്ടും പറഞ്ഞും നിൻ്റെ വിസ പുതുക്കാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് ഈ പ്രൊട്ടസ്റ്റൻ്റുകാർ ഇവളോട് പറയും, ഇത് നിൻ്റെ ഗ്രേറ്റ്നെസ് അല്ല, ഇത് നിൻ്റെ കൃപാസനം അമ്മയുടെ ഗ്രേറ്റ്നെസ് ആണെന്ന് പറയും. കാര്യം അവൾ കൃപാസനത്തിൻ്റെ അവൾ പറയണത്, ഞാൻ എൻ്റെ ഉടമ്പടി കാശരം കുളിക്കണ സമയത്ത് പോലും കഴുത്തേന്ന് ഉരത്തില്ലെന്ന് പറയും. അങ്ങനെ അവർ ഉടമ്പടി ജീവിക്കണത്. അവൾ ഇട്ട കാശ് രൂപം, അന്നിട്ട കാശ് രൂപം ഇന്ന് വരെ ശരീരത്തിന് കുളിക്കണ സമയത്ത് പോലും മാറ്റിയിട്ടില്ല. ഓരോ വിഷയങ്ങളും. അപ്പം ഇത് വിശ്വസ്തതയുടെ ഒരു ജീവിതമാണ് ശരിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും
ദൈവത്തോടുള്ള കൂറ്, വിശ്വസ്തത. എൻ്റെ മക്കൾ ഏത് കാലാവസ്ഥയിലും, കാലാവസ്ഥ ഭേദമായ അതിൻ്റെ പേരിൽ ഒരു സ്പിരിച്വൽ ഡിപ്രഷൻ ഉണ്ടാകരുത്. അതുകൊണ്ട് തിമോത്തി ഇല്ലേ, 2 തിമോത്തി എടുത്തേ, 2 തിമോത്തി 4:2 എടുത്തേ. ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 2 ഹല്ലേലൂയ. തിമോത്തിയോസ് 4:2 2 തിമോത്തി 4:2. വചനം പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏറ്റു പറഞ്ഞേ. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പം ചില സമയത്ത് സാഹചര്യം അനുകൂലമായിരിക്കത്തില്ല, പക്ഷെ അപ്പോഴും സുവിശേഷ ജാഗ്രത ഉണ്ടാകണം നമുക്ക്. അതാണ് അവൾ പറയണത്, എനിക്ക് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ ഉടമ്പടി തന്നെ ജീവിക്കും. അതാണ് സാഹചര്യം മോശമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സുവിശേഷ വില മാറ്റത്തില്ല. അതാണ് അനുഗ്രഹാനന്തര കാലഘട്ടത്തിലുള്ള നിലപാടെന്ന് പറയണത്. പല ആൾക്കാരും പണി മേടിക്കുന്നത് ഇവിടെയാണ്. അനുഗ്രഹം വരെ അവർ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യും, അനുഗ്രഹാനന്ത കാലത്തിൽ അവർ തനിനിറം കാണിക്കും. പക്ഷേ ഈ തനിനിറം കാണിക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് ഉടമ്പടി പമ്മി നിൽക്കുന്നത്. ഉടമ്പടി സ്പീഡാകുന്നതിൻ്റെ കാര്യം, നിങ്ങൾ ഈ അനുഗ്രഹാനന്ദ കാലത്ത് പഴയ ആളായിട്ട് മാറും എന്നുള്ളതും അവിശ്വസ്ത കാണിക്കുമെന്നും ദൈവത്തിന് നേരത്തെ അറിയാം. അവിടെ അത് ചെക്ക് വെച്ച് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അനുഗ്രഹാനന്തര കാലഘട്ടത്തിലും വിശ്വസ്തയോടെ സാഹചര്യം അനുകൂലമാകുമ്പോഴും അല്ലാത്തപ്പോഴും വിശ്വസ്തയോടെ ഉടമ്പടിയിലെ സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ സഹായിക്കണമേ. ശ്രുതികടെ ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന. അച്ഛൻ പ്രാർത്ഥിച്ചു തരും, മക്കളെ ഏറ്റു പ്രാർത്ഥിക്കണം. ഈ രോഗമുള്ളിടത്ത് കൈകൾ മാറ്റി മാറ്റി വെച്ചോണ്ട് പ്രാർത്ഥിക്കണം. ശ്രുതികടെ ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എന്റെ കർത്താവേ, അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ രോഗമുള്ള ഇടങ്ങളിലേക്ക് ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ നാമത്തിലെ ശക്തി പടരട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവികമായ ശക്തി പടരട്ടെ. മാരകരോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ, ആന്തരിക അവയവങ്ങള്, ത്വക്ക് രോഗങ്ങള്, പിസിഒഡി രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, സർവ്വമാലിന്യങ്ങള്, സർവ്വമാരക രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സദയം തുടരണേ സുഖമായി എന്റെ സദയം തുടരണേ സുഖമായി. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കള് കൈകള് രോഗമുള്ളിടത്തെല്ലാം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്ത് കർത്താവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ശിരസ് മുതൽ കർത്താവ് ഉച്ചമുള്ളം കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ അടിപ്പിണ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. ബ്ലോക്കുള്ളവർ, കരരോഗികൾ, ഉദരരോഗികൾ, കുടലിന് അൾസറുള്ളവർ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മുതുകിന് വേദനയുള്ളവർ, നീതി കെട്ടിയിരിക്കുന്നവർ, കർത്താവ് ഡിസ്കുകൾ അകന്നിരിക്കുന്നവർ, പലതരത്തിലുള്ള വേദന ഉള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ.
യേശുവിന്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തില് കുരിശിന്റെ അടയാളത്തില് ദൈവശക്തിയാൽ നീ സൗഖ്യം പ്രാപിക്കുന്ന കർത്താവെ, ത്വക്ക് രോഗങ്ങള്, ചിരങ്ങ് രോഗങ്ങള്, അതുപോലുള്ള എല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നനയപ്പെടട്ടെ, കുതിരപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തില് ത്വക്ക് രോഗങ്ങള്, ഞരമ്പിനുണ്ടാകുന്ന രോഗങ്ങള്, വെയിൻസിനുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, സിസ്റ്റ് രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ നിറയണമേ, സൗഖ്യം നൽകണമേ, എൻ്റെ മക്കളെ, ഈ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ജോലിയില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, വീടില്ലാത്തവര്, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവര്, സ്ഥലമുണ്ട് വഴിയില്ലാത്തവര്, അവിടെ വെള്ളം കിട്ടാത്തവര്, ജോലി തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങളുള്ളവർ, ജോലിക്ക് വേണ്ടി ന്യായമായിട്ട് കിട്ടാനുള്ള ജോലി കിട്ടാത്തതുകൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നവർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ശത്രുക്കളുടെ പീഡനങ്ങൾ കാരണം ജീവിതത്തിൽ ഒരു മേൽഗതി ഇല്ലാതിരിക്കുന്നവർ, പല ബ്ലോക്കുകളും ചവിട്ടിപ്പിടുത്തങ്ങളും കാരണം മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്നവർ, അവരുടെ എല്ലാ പ്രതിയോഗികളും കർത്താവിന് നാം നിർവീര്യമാകുന്ന സമയമാണ്. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ജോലിയില്ലാത്തവർ, ഭവനരഹിതർ, കർത്താവ്, കുടുംബത്തിലെ കർത്താവ്, ഭർത്താവും ഭാര്യ അകന്ന് താമസിക്കുന്നവർ, ഈശോയെ അവരടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കേസുള്ളവർ കർത്താവ്, കേസ് അനുകൂലമായ വിധി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഓരോ രേഖകൾ കർത്താവ്, വിസ പുതുക്കാത്തവർ, പുതുക്കപ്പെടാത്തതുകൊണ്ട് വേദന അനുഭവിക്കുന്നവർ, കർത്താവിൻ്റെ ജീവിതം തന്നെ അടഞ്ഞു പോകുന്ന അവസ്ഥയിൽ കർത്താവ്, നാട്ടിൽ വന്നിട്ട് കയറിപ്പോകാൻ പറ്റാത്തവർ, അതുപോലെ തന്നെ ജോലികൾ തടസ്സം വെച്ചിരിക്കുന്നവർ, റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവർ, അതുപോലെ തന്നെ വിസ ഇൻ്റർവ്യൂ നടത്തുന്നവർ, അതുപോലെ നാട്ടിലെ ജോലിക്കും സർക്കാരിലെ തടസ്സങ്ങളുള്ളവർ കർത്താവ്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാള ദൈവശക്തിയാൽ മാരക തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ ജീവിതത്തിലെ തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സദയം തുടരേ സുഖമായി അവനുമായി പ്രാർത്ഥിക്കുക. മക്കളെ, എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്ദിയുടെ ഒരു വാക്ക്. കൃപാസനം ജപമാല റാലി അവിശുദ്ധമാക്കാൻ മാതാവിൻ്റെ കൈയും കാര്യമായി പ്രവർത്തിച്ച അനേകം പ്രവർത്തകരുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും സ്വദേശത്തും വിദേശത്തും പ്രവർത്തിച്ചവരുണ്ട്. ബസ്സിൻ്റെ ലീഡേഴ്സുണ്ട്. അവർ കുറേ വിഷമങ്ങൾ അനുഭവിച്ചാണ് ഓരോ ബസ്സും അറേഞ്ച് ചെയ്തത്. അതിനുവേണ്ടി അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞെരുക്കങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ ആരാധനയിൽ അവരുടെ കുടുംബത്തെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഇപ്പോഴും ആരാധന സമർപ്പിക്കുകയാണ്. ഒത്തിരി പേര് സാമ്പത്തികമായിട്ട് നമ്മുടെ റാലിയെ അതിൻ്റെ ചിലവുകളെ വഹിച്ചിട്ടുണ്ട്. അവർക്കും ഇപ്പോഴ് പരിശുദ്ധ നമ്മുടെ മധ്യസ്ഥ ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നവരെ നന്ദിപൂർവ്വം രാത്രി മുഴുവനും വെളിച്ചമായിരുന്നു. പകൽ വഴി
4 മണിക്കാണ് റാലി ആരംഭിച്ചത് വെളുപ്പിനെ. അങ്ങനെ ആരംഭിക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു, അത്രയും ഒരു എക്സ്പ്ലോഷനാണ് ഉണ്ടായത്. അപ്പോൾ ഇരുട്ട് വഴികളിലെല്ലാം നമ്മൾ ട്യൂബിട്ട് വർക്ക് ചെയ്തവരുണ്ട്. ഇതിനുവേണ്ടി നിസ്സദ്രമായിട്ട് രാത്രിയും പകലും വർത്തിച്ച എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്. ഇതിനെ മധ്യസ്ഥ പ്രാർത്ഥന നൽകി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ജവമാർ റാലി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് നടത്തിയവരുണ്ട്. അവരെല്ലാം ഇപ്പോഴും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ കുപ്പിക്കടുത്ത് പോലുള്ള ചില വഴികളിലൂടെ പോകേണ്ടി വന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ വന്ന് നമ്മളെ പരിഹരിക്കുകയും അതെല്ലാം ഒറ്റ വഴിയാക്കി കടലോരത്തുകൂടി നമ്മൾ പോയി. അതെല്ലാം ഈ കൊല്ലത്തെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഈ കൊല്ലം വേറെ ചില ബുദ്ധിമുട്ടുകളുണ്ടായി, ചിലർക്ക് ഉണ്ടായിട്ടുണ്ട്. കാര്യം നമ്മൾ 12 വണ്ടികളാണ് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നത്. പോലീസ് ട്രാൻസ്പോർട്ടിൽ അതിൻ്റെ പണം അടച്ചിട്ട് 12 വണ്ടികളുടെയും ഒരു ദിവസം മുഴുവനും അതിൽ കയറുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് അർത്തിങ്കൽ നിന്ന് നാഷണൽ ഹൈവേയിൽ ഇറക്കി കൊടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ പേരിൽ ജനബാഹുല്യം കാരണം കുറച്ച് തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് പോകാൻ വൈകിട്ടുണ്ട്. മനഃപൂർവ്വമല്ല, അത് അത്രയും ബ്ലോക്കായിരുന്നു. കർദിനാൾ പിതാവിനെ വരെ എത്താൻ ഭയങ്കര തടസ്സമായിരുന്നു. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ് പിതാക്കന്മാർ വഴിയിൽ കിടന്നത്. കാര്യം എല്ലാ സ്ഥലങ്ങളിലും ബ്ലോക്കായിപ്പോയി. അപ്പം അതുകൊണ്ടുണ്ടാക്കിയിട്ട് അസൗകര്യങ്ങൾ കുറേ പേർക്കുണ്ടായിട്ടുണ്ട്. പരമാവധി അടുത്ത കൊല്ലം അതും പരിഹരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് പഠിച്ചിട്ട് കുറച്ചുകൂടി കഴിഞ്ഞ കൊല്ലം കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്ന് വേറെ സ്ഥലങ്ങളിലെല്ലാം ബുക്ക് ചെയ്യുകയും വണ്ടി ഇടാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ഈ പ്രാവശ്യം പ്രൈവറ്റ് ബസ്സുകളും ആൾക്കാരെ നാഷണൽ ഹൈവേയിലിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവിടെ പിന്നെ 20 രൂപ വെച്ച് ആളോട് കയറി വരുമാനം മേടിച്ചിട്ടാണ്. കൃപാസനം അറേഞ്ച് ചെയ്ത് ഫ്രീ ആയിരുന്നു. അത് ഷട്ടിൽ സർവീസായിട്ട് സർക്കുലറായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് വണ്ടി എത്താനുള്ള താമസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 5 ലക്ഷത്തോളം മനുഷ്യരാണ് ഈ റാലിയിൽ പങ്കെടുത്തത്. അപ്പം നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് ഒത്തിരിയേറെ ഭക്ഷണം പഴനിയിലെ അറേഞ്ച് ചെയ്തു, പള്ളിയിലും അറേഞ്ച് ചെയ്തിട്ടും എന്നിട്ടും ചെറുക്കൊക്കെ വെള്ളം കിട്ടിയില്ല. അപ്പം അത് അടുത്ത കൊല്ലം അതും പരിഹരിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി നമ്മളെ എല്ലാ തരത്തിലും സഹായിച്ചവരും ഇതിൻ്റെ പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞെരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക കൃപ ലഭിക്കാൻ വേണ്ടി ഇപ്പോഴും ആരാധന മുമ്പിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശ്രുതികട ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ റാലിയെ സഹായിച്ചിട്ടുള്ള പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇതിനെ മനസ്സിലേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ സുവിശേഷ വേല ചെയ്തതിൻ്റെ അനുഭവിച്ച ഞെരുക്കങ്ങളുടെ മേലെ, മനസ്സിനും ശരീരത്തിനും സാമ്പത്തികമായിട്ടും അല്ലാതെയും അനുഭവിച്ച ഞെരുക്കങ്ങളുടെ മേലെ അവർക്കെല്ലാം കർത്താവിൻ്റെ തിരുമുറുപാർന്ന് വലതു കരത്താൻ അവരെ ആശീർവദിക്കട്ടെ. അതിനുവേണ്ടി പ്രവർത്തിച്ച ഓരോ മനുഷ്യരെയും, അവിടെ ഓരോ കുടുംബങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മധ്യസ്ഥത്തിലെ യേശു നാമത്തിൽ ആശീർവദിക്കുന്നു. സമാപന ആശീർവാദം മുട്ടേ നിൽക്കുക, ആശീർവാദം സ്വീകരിക്കുക.
Elohim,